ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സിൻ്റെ അടുത്തോ നിങ്ങളുടെ കുടുംബത്തിലെ ആരുടെ അടുത്തെങ്കിലുമോ അതുമല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ അടുത്തൊക്കെ നിങ്ങൾക്ക് അസൂയ തോന്നിയിട്ടുണ്ടായിരിക്കാം. വേറൊരാൾക്ക് നിങ്ങളുടെ അടുത്ത് തോന്നുന്ന അസൂയയല്ല, നിങ്ങൾക്ക് സ്വയം തോന്നുന്ന അസൂയേനെ നമുക്ക് എങ്ങനെ ട്രീറ്റ് ചെയ്യാം, അത് ഒരുപാട് മെൻ്റൽ പീസ് കളയുന്നൊരു പരിപാടിയാണ്. സോ അതിനെ എങ്ങനെ നമുക്ക് ഹാൻഡിൽ ചെയ്യാം എന്നുള്ളതാണ് ഈ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ദിസ് ഇസ് വെരി എഫക്റ്റീവ്. ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യൂ. ഫസ്റ്റ് പോയിൻ്റ് എന്താണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് അസൂയ ഉണ്ട് എന്ന റിയാലിറ്റി നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ അതിനെ ഒരു നെഗറ്റീവ് ഇമോഷനായിട്ട് ഫ്രെയിം ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ നെവർ ഗെറ്റ് ഔട്ട് ഓഫ് ദ ട്രാപ്പ്. നമുക്ക് വേറൊരാളോട് തോന്നുന്ന അസൂയ റിയലാണ്. ഞാനൊരു ഹ്യൂമൻ ബീയിങ് ആണെങ്കിൽ എനിക്ക് ഉറപ്പായിട്ടും അസൂയ ഉണ്ടാവും. അതൊരു കോമൺ ഇമോഷനാണ്, വളരെ നോർമൽ ആയിട്ടുള്ളൊരു ഇമോഷനാണ് എന്നുള്ളത് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നതാണ് ദ ഫസ്റ്റ് ടിപ്പ്. ഇപ്പം നിങ്ങൾക്ക് ഒരാളുടെ അടുത്ത് സ്നേഹം തോന്നാം, ദേഷ്യം തോന്നാം, വെറുപ്പ് തോന്നാം, അല്ലെങ്കിൽ ന്യൂട്രൽ ആയിട്ടുള്ള ഒരു ഫീലിങ്സും തോന്നാതിരിക്കാം. ഇതുപോലെ തന്നെ വളരെ നോർമലായിട്ടുള്ള ഒരു ഇമോഷനാണ് എന്ന് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് പാർട്ട് ഇസ് ഡൺ. അതാണ് ഏറ്റവും ആദ്യമായിട്ട് പറയാനുള്ളത്. ബിക്കോസ് ഈ അസൂയ എന്ന് പറയുന്ന ഒരു ഇമോഷൻ നിങ്ങളായിട്ട് ഡെവലപ്പ് ചെയ്തെടുത്തൊരു ട്രെയ്റ്റ് ഒന്നുമല്ല. ഇത് ഹ്യൂമൻസിൻ്റെ എവല്യൂഷനായി ബന്ധപ്പെട്ട് നമ്മൾ സർവൈവ് ചെയ്ത് വരുന്ന സമയത്ത് നമ്മളെ സർവൈവ് ചെയ്യാൻ വേണ്ടി ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്ത ഒരു ഇമോഷനാണ് ജലസി അല്ലെങ്കിൽ അസൂയ എന്ന് പറയുന്നത്. സോ ഇത് നമ്മളുടെ ഉള്ളിലുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഒരിക്കലും ബാഡായിട്ട് ഫീൽ ചെയ്യേണ്ട യാതൊരു കാര്യവുമില്ല. ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ ഏറ്റവും അടുത്തൊരു സുഹൃത്ത് ഒരു കാറ് വാങ്ങിക്കുമ്പോഴായിരിക്കാം, അതുമല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു എംപ്ലോയി ഒരു പ്രൊമോഷൻ കിട്ടി മുകളിലേക്ക് പോകുമ്പോഴായിരിക്കാം, അതുമല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൽ ആരെങ്കിലും കഷ്ടപ്പെട്ട് പഠിച്ച് പുറത്തൊരു ജോലിക്ക് വേണ്ടി പോകുമ്പോഴോ, ഇങ്ങനെയുള്ള ഓരോ ഇൻസ്റ്റൻസിലും നിങ്ങൾക്ക് അസൂയ തോന്നാം. സോ ഈ അസൂയ തോന്നുന്ന സമയത്ത് യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദിസ് ഇസ് എ നോർമൽ ഇമോഷൻ. ഇപ്പം എനിക്ക് തോന്നുന്ന അസൂയ ഒരു ഡാറ്റയാണ് എന്നുള്ളത് നിങ്ങൾ ക്ലിയർ ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യണം. വേറൊരാൾക്ക് നല്ലത് വരുന്ന സമയത്ത് എനിക്കൊരു അസ്വസ്ഥത ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് എൻ്റെ ഉള്ളിലുള്ള ഒരു ട്രെയ്റ്റിനെയാണ് അല്ലെങ്കിൽ എൻ്റെ ഒരു അംബീഷനെയാണ് പുറത്ത് കൊണ്ടുവരാൻ നോക്കുന്നത് എന്നുള്ളൊരു ഡാറ്റയായിട്ട് അതിനെ ഐഡൻറ്റിഫൈ ചെയ്യണം. സോ അവർക്ക് അവിടെ ഒരു നല്ല കാര്യം സംഭവിക്കുമ്പോൾ നിങ്ങളിവിടെ അസ്വസ്ഥത ആവുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കാം ആ ഡാറ്റ നിങ്ങളുടെ ബ്രെയിൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്, അല്ലേ? നിങ്ങൾക്ക് അസൂയ എന്ന് പറഞ്ഞൊരു ഇമോഷൻ ട്രിഗർ ചെയ്യുന്നത് അതുകൊണ്ടായിരിക്കാം. നെക്സ്റ്റ് ടൈം നിങ്ങൾക്ക് വേറൊരാളോട് അസൂയ തോന്നുന്ന സമയത്ത് നിങ്ങളൊരു 3 ക്വസ്റ്റ്യൻസ് നിങ്ങളോട് തന്നെ ചോദിക്കാം. ദിസ് വിൽ റിയലി ഹെൽപ്പ്. ഏറ്റവും ആദ്യം നിങ്ങൾക്ക് അസൂയ തോന്നുന്ന സമയത്ത് നിങ്ങൾ ചോദിക്കേണ്ടത്, എനിക്ക് അസൂയ തോന്നുന്നത് ആ വ്യക്തിയോടാണോ അതോ ആ വ്യക്തിക്ക് ലഭിച്ച ഭാഗ്യത്തോടാണോ? ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് നിങ്ങളുടെ ഒരു ഫ്രണ്ടിന് ഒരു നല്ല പ്രൊമോഷൻ കിട്ടി. ആ പ്രൊമോഷൻ കിട്ടിയ സമയത്ത് നിങ്ങൾക്ക് ഒരു അസൂയ, ഒരു ജലസി ഫീലിംഗ് ഉള്ളിൽ വന്നു. സോ നിങ്ങളപ്പോൾ സ്വയം ചോദിക്കേണ്ടത്, എനിക്ക് അസൂയ തോന്നിയത് ആ വ്യക്തിയോടാണോ അതോ അയാൾക്ക് കിട്ടിയ പ്രൊമോഷൻ എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ എന്നുള്ള കാര്യത്തോടാണോ? 90% കേസിലും നിങ്ങളുടെ ഉള്ളിൽ ആ പ്രൊമോഷൻ നിങ്ങൾ ആഗ്രഹിക്കുന്നത് കൊണ്ടായിരിക്കാം നിങ്ങൾക്ക് അസൂയ തോന്നിയിട്ടുണ്ടാവുക. സോ നിങ്ങൾക്ക് അസൂയ തോന്നിയത് ആ ആളുടെ അടുത്തല്ല, അയാൾക്ക് കിട്ടിയ അച്ചീവ്മെൻറ്റിലാണ്. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്താൽ രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകേണ്ടത്, നിങ്ങൾക്ക് പ്രാക്ടിക്കലി അയാൾക്ക് കിട്ടിയ അച്ചീവ്മെൻറ്റ് നിങ്ങൾക്കും അച്ചീവ് ചെയ്യാൻ പറ്റുമോ? അതാണ് നിങ്ങൾ ചോദിക്കേണ്ട രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. അതൊരു റിയൽ അച്ചീവബിൾ ആയിട്ടുള്ള കാര്യമാണോ അതൊരു ഫാൻറ്റസിയാണോ? ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ക്രിസ്റ്റഫർ നോളൻ ഓസ്കാർ അവാർഡ് ബെസ്റ്റ് ഡയറക്ടറിന് വേണ്ടി വാങ്ങിക്കുമ്പോൾ ഞാനിവിടെ അസൂയപ്പെട്ടൊരു യാതൊരു കാര്യമില്ല. ബിക്കോസ് എൻ്റെ സ്കില്ലും പുള്ളിയുടെ സ്കില്ലും തമ്മിൽ ഭയങ്കരമായിട്ടുള്ള ഗ്യാപ്പുണ്ട്. എനിക്കൊരിക്കലും അച്ചീവബിൾ ആവാത്തൊരു കാര്യമാണ് എന്നുള്ളത് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ ആ കാര്യത്തിൽ ഞാൻ അസൂയപ്പെട്ടൊരു കാര്യമില്ല. സോ നിങ്ങൾ അസൂയപ്പെടുന്ന അച്ചീവ്മെൻറ്റിന് നിങ്ങൾക്ക് പ്രാക്ടിക്കലി പോസിബിൾ ആണോ അല്ലയോ എന്ന് നിങ്ങൾ സ്വയം ക്വസ്റ്റ്യൻ ചെയ്യുക. 90% കേസിലും നിങ്ങളുടെ ഫ്രണ്ടിനൊരു പ്രൊമോഷൻ നിങ്ങളുടെ വർക്ക് സൈറ്റിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും അത് അച്ചീവബിൾ ആയിരിക്കാം. അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ ചോദിക്കുക, ആ അച്ചീവ്മെൻറ്റ് കിട്ടാൻ ഞാൻ ചെയ്യേണ്ട ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? നിങ്ങളുടെ ഉള്ളിലൊരു അസ്വസ്ഥത വന്നത് നിങ്ങൾക്ക് ആ ഇമോഷൻ വരാനുള്ള മെയിൻ റീസൺ നിങ്ങളത് ആഗ്രഹിക്കുന്നത് കൊണ്ടാണ്. ജലസി എന്ന് പറയുന്ന ഫീലിംഗ് ഒരു നെഗറ്റീവായിട്ടുള്ള ഇമോഷൻ അല്ല. നിങ്ങളുടെ ഉള്ളിലെ ആഗ്രഹങ്ങളെ പുറത്തേക്ക് കൊണ്ടുവരുന്ന ഒരു ഡാറ്റയായിട്ട് നിങ്ങളിതിനെ കൺസിഡർ ചെയ്യണം. പോസിറ്റീവായി
നിങ്ങളുടെ ഉള്ളിലുള്ള ആ നെഗറ്റീവായിട്ടുള്ള അസ്വസ്ഥതയെ ഒരു പോസിറ്റീവ് ഇമോഷനായിട്ട് മാറ്റാൻ പറ്റും. നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാനുള്ള ഒരു കാര്യത്തിലേക്കുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടുള്ള ഒരു ജേർണിയിലേക്ക് അതിനെ കൺവേർട്ട് ചെയ്യാൻ പറ്റും. സോ നെക്സ്റ്റ് ടൈം വെൻ യു ഫീൽ ജലസി, അസൂയ തോന്നുന്ന സമയത്ത് യാതൊരു വിധത്തിലുള്ള നെഗറ്റീവ് ഫീലിങ്സും വേണ്ട. നിങ്ങളുടെ ഉള്ളിലുള്ള ഒരു ആഗ്രഹത്തെ അത് പുറത്തേക്ക് കൊണ്ടുവരികയാണ്. ഈ 3 ചോദ്യങ്ങൾ ചോദിക്കുക, പോസിറ്റീവായി ആ ഇമോഷനെ ഹാൻഡിൽ ചെയ്യുക. ഇതെല്ലാം വളരെ വളരെ നോർമലായിട്ടുള്ളൊരു ഫീലിങ്സ് ആണെന്ന് മനസ്സിലാക്കുക. നിങ്ങൾക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യുക, മുന്നോട്ട് പോവുക. I will come up with next video. Thanks for watching.